അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അറബിയിൽ 28 അക്ഷരമാണ് ഉള്ളത്. അത് പുറപ്പെടുന്ന സ്ഥലം ഹൽക്ക്, അതായത് തൊണ്ട. തൊണ്ടയിൽ നിന്ന് 6 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹംസയും ഹാവുമാണ്. മധ്യത്തിൽ നിന്ന് ഐനും ഹാവുമാണ്. ഏറ്റവും മേലേന്ന് പുറപ്പെടുന്നത്, തൊണ്ടയുടെ ഏറ്റവും മേലേന്ന് പുറപ്പെടുന്ന അക്ഷരം ഐൻ ഖ. ആക്ക് നമുക്ക് ഉദാഹരണം പറയാം, അല്ലാഹ്. ഹാക്ക് ഹാദി, ഐനിന് അസീസ്, ഹാഇന് ഹമീദ്, ഗൈനിന് ഗഫൂർ, ഖാഇന് ഖാലിദ്. അടുത്തത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ചുണ്ടിന് ഷഫത്ത് എന്ന അറബിയിൽ പറയാം. മീം, ബാ, ഫാ, വാവ്. ഇതാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത്. വാവിന് ഉദാഹരണം നമുക്ക് വാഹിദ് എന്ന് പറയാം. ബാക്ക് ബഷീർ, ഫാഇന് ഫത്താഹ്, മീമിന് മജീദ്. അപ്പോൾ 6 അക്ഷരങ്ങൾ ഹൽക്കിൽ നിന്നും 4 അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നു. ബാക്കിയുള്ള അക്ഷരങ്ങൾ നാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ, നാവിന് അറബിയിൽ ലിസാൻ എന്നാണ് പറയുക. ത, സ, ജീം, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, താ, ലാ, ഖാഫ്, കാഫ്, ലാം, നൂൻ, യാ. ഇനി വായുടെ ഉൾഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരം ജൗഫ് എന്നാണ് അതിന് പറയുക അറബിയിൽ. മധ്യായ അലിഫും യാവും വാവുമാണ്. ഫത്തഹിനെ നീട്ടാൻ അലിഫും, കസറിനെ നീട്ടാൻ യാവും, ലമ്മിനെ നീട്ടാൻ വാവും ഉപയോഗിക്കും. ഉദാഹരണം നൂ, ഹി, ഹ. ലമ്മിനെ നീട്ടാൻ വാവ് ഉപയോഗിച്ചു, നൂ. കസറിനെ നീട്ടാൻ യാ ഉപയോഗിച്ചു, ഹി. ഫത്തഹിനെ നീട്ടാൻ അലിഫ്, ഹ. ഇപ്പം നൂ, ഹി, ഹ. ഈ മദ് തബഇയാണ്, അതായത് 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. ഇനി അടുത്ത മഖ്റജ് തരിമൂക്കാണ്. തരിമൂക്കിന് അറബിയിൽ പറയുക ഖൈഷൂം എന്നാണ്. ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും അത് തരിമൂക്കിൽ നിന്നാണ് പറയുന്നത്. മ, ന. അപ്പോൾ നാം ഇപ്പോൾ അക്ഷരങ്ങൾ വരുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിച്ചു. ഹൽക്ക്, ഷഫത്ത്, ലിസാൻ, ജൗഫ്, ഖൈഷൂം. ഓരോ അക്ഷരങ്ങളും അതത് സ്ഥാനത്ത് നിന്ന് തന്നെ പുറപ്പെടുവിക്കണം. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മഖ്റജ്. അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ നാം പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അറബി അക്ഷരങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ലാ, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം,